ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ പുതിയൊരു സിനിമയുടെ ഡബ്ബിങ്ങാണ് നടക്കുന്നത്. അതായത് ഒരു മൊഴിമാറ്റ ചിത്രത്തിൻ്റെ ഡബ്ബിങ്. അപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈവ് ഡബ്ബിങ് നടക്കുക എന്ന് നമുക്കറിയാം. അലാർമ ഒന്നും കൂടി ഉറക്കെ വെച്ചിട്ട്. ഓക്കെ ടേക്ക്. സോ അതായത് ആ ലിപ്സിങ്ക് ഒന്നും കൂടി കറക്റ്റ് ചെയ്യണം. നമ്മൾ ആ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ കൈ ഇങ്ങനെ ഉയർത്തുന്നില്ലേ, അവിടെ നിന്നാണ് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മോഡുലേഷൻ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ഇനി എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്? ഒരിക്കലുമില്ല, ഒറ്റയ്ക്കോ? ഒരിക്കലുമില്ല. ഇത് എങ്ങനെയാ നെക്സ്റ്റ് എങ്ങനെയാ? അതിനൊരു സാധ്യതയില്ല. ഒറ്റയ്ക്കോ? ഒരു സാധ്യതയില്ല. അതിനു മുമ്പ് ഒരു ചിരിയില്ലേ? ഒറ്റയ്ക്കോ? അതിനൊരു സാധ്യതയില്ല. ശരിയായില്ല. അത് കഴിഞ്ഞിട്ടാണോ ചിരി വേണ്ടേ? ലാസ്റ്റ്. ഓക്കെ. ശരി ശരി, വേഗം ഉറങ്ങിക്കോ. ഞാൻ പറയാം. ഇനി നമ്മൾ പഴയ പോലെ ജീവിക്കും. അവിടെ ഒരു ബ്രീത്ത് ഉണ്ട്. അഞ്ജലി. വേഗം വന്ന് ഉറങ്ങ്. അവിടെ എണിക്കുന്നൊരു സാധനമുണ്ടേ. ഒന്ന് സ്പീഡാക്കണേ. അല്ല, അപ്പുറത്ത് വേറെ ഡയലോഗ് ഉണ്ട്. കഴിഞ്ഞോ? ഓക്കെ. താങ്ക് യു സർ. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, നന്നായിട്ട് നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ രഞ്ജിത്തെ? നന്നായിട്ട് അല്ലേ? ഒറ്റയ്ക്കോ? അതിനൊരു സാധ്യതയില്ല. അച്ഛനോട് പോക്കാം. എല്ലാം ശരിയാവും. ഇനി നമ്മൾ പഴയ പോലെ ജീവിക്കും. അവിടെ ചെറിയൊരു മനസ്സിലായോ എവിടെയാണ്? അഞ്ജലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു തീർത്തിട്ടുണ്ട്. അത് ഇപ്പം ഈ പറയും പോലെയല്ല. ആ സൗണ്ട് ആ കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ നല്ല മോഡുലേഷനിൽ നല്ല ഒതുക്കത്തിൽ ആ കഥാപാത്രം ചെയ്തു തീർത്തത് ഞാൻ അഞ്ജലിയോട് ശരിക്കും പറയാൻ താങ്ക്സ് ഞാനാണ് പറയേണ്ടത്. കാരണം ഞാൻ 1-2 പേരെ കൊണ്ട് നേരത്തെ വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സുഹൃത്ത് അഞ്ജലിയെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ പറയലും വന്ന് നോക്കി. പിന്നെ കൂടുതൽ ടേക്കുകൾ പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത്തരത്തിലുള്ള മൊഴിമാറ്റ സിനിമകൾ ചെയ്തിട്ടുണ്ടോ അഞ്ജലി? ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് എടുക്കുന്നതിന് മാറില്ല, കുറച്ചും കൂടി ടഫാണ് ഇംഗ്ലീഷ് മൂവി നമ്മൾ ഡബ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അഞ്ജലി വളരെ നന്നായിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ടേക്ക് പോകാതെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അഞ്ജലി ഈ ഫീൽഡിൽ നിലനിൽക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ആവശ്യമാണ്, മലയാള സിനിമയ്ക്ക് ഒരു ആവശ്യമാണ്. അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജലിക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ള ചെയ്തൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ മലയാളമാണ് ചെയ്തിട്ടുള്ളത്. മലയാളം മൂവീസ്, അതുപോലെ ഷോർട്ട് മൂവീസ്, അങ്ങനെയുള്ള ഡയറക്റ്റാണ് ചെയ്തിട്ടുള്ളത്.
അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയും ഇംഗ്ലീഷും തമ്മിലുള്ള ഇംഗ്ലീഷ് മീറ്റർ വേവ് മീറ്റർ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെനിക്ക് നമ്മൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷും മലയാളം സിങ്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് ചില ഡയലോഗ്സ് കൂട്ടി ചേർക്കേണ്ടി വരും, കയ്യിൽ നിന്നൊക്കെ വേണ്ടി വരും. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച് അതേപോലെ പറഞ്ഞാൽ ആ മീറ്റർ ലെങ്ത് ഒക്കില്ല. അപ്പോൾ അത് കയ്യിൽ നിന്ന് ഇടാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടി നമ്മൾ വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന്. പക്ഷെ ആ ലെങ്ത്തിനനുസരിച്ച് അത് കണ്ടറിഞ്ഞിട്ട് വരുന്ന ഒരു നല്ലൊരു പ്രവണത അഞ്ജലിയുടെ പ്രത്യേകം കാണുന്നുണ്ട്. എന്തായാലും കീപ് ഇറ്റ് അപ്പ്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജലിക്ക് മലയാള സിനിമ ഫീൽഡിൽ നല്ലൊരു ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾക്കും പുതിയതായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ലൊരു മുതൽക്കൂട്ടാവുമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു ടാറ്റ കൊടുക്കുന്നുണ്ട്. അതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു സർ.